ആരാണോ ആ പുതിയൊരു KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഹൈക്കമാൻഡിലുള്ള KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തെക്കാൾ തലപ്പൊക്കത്തിൽ 1-2 വർഷം കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരാളെ, അത് ഷാഫി പറമ്പിലായിരുന്നാലും വിഷ്ണുനാഥ് ആയിരുന്നാലും K മുരളീധരനായിരുന്നാലും ശശി തരൂരായിരുന്നാലും അങ്ങനെയുള്ള ഒരാളെ വാഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ലളിതമായ കാര്യം. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്, നിങ്ങൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് അഭിലാഷ് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയാ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്നാ. എന്താണ് ആ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. കാരണം സംഘടനാ സമ്മേളനങ്ങൾ നടത്താൻ ശേഷിയില്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്താ പറയുക ദശാബ്ദങ്ങളായി നടത്താത്ത ഒരു പാർട്ടിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണെന്ന്. എന്തിനു പറയാനുള്ള വാക്കാണോ ജനാധിപത്യം? പിന്നെ നിസാം സയ്യിദ് പറഞ്ഞ് ഞാൻ വളരെ രസത്തോടെ കേൾക്കുകയായിരുന്നു. വളരെ സയന്റിഫിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാ. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ് CPM-ന്റെ നേതാക്കൾ കോൺഗ്രസിനെതിരെ ഈ വിമർശനം ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നേതാവല്ലാത്ത ഒരു പ്രൈവറ്റ് ഏജൻസിയിൽപ്പെട്ട ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ ചേരാത്ത കാര്യമാണെന്ന് പറഞ്ഞു. നിസാം സയ്യിദ് ഇവിടുന്ന് പറയുന്നു കനകോലു അദ്ദേഹം അടക്കമുള്ള ആളുകളോട് പലവട്ടം സംസാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. നോക്കൂ, ഒരു പാർട്ടിയുടെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇത്രയും കാലവും ഇന്ത്യയെ ഭരിച്ചിട്ടുള്ള സംഘപരിവാറിനെതിരെയുള്ള ഇടത് ബദലിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ, ശാസ്ത്രീയമായി തെരഞ്ഞെടുക്കാൻ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നത് കനകുലു എന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ ഇൻവൈറ്റ് ചെയ്യാണ്, AICC-യിൽ ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ സമ്മതിക്കുന്നു, ഒരു എക്സ്റ്റേണൽ സ്ട്രാറ്റജിസ്റ്റിയാണ്. ഇതിന് മുന്നേ BJP-യുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന. അതിലിവർ അഭിമാനിക്കുകയാണ്, അത് ശാസ്ത്രീയമാണെന്ന് പറയാം. ഇതേ ശാസ്ത്രീയം പറയുന്ന കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന K സുധാകരനാണ് അദ്ദേഹത്തിന്റെ കാല് പൊട്ടിക്കാൻ, തല പൊട്ടിക്കാൻ, കൈ തളർത്തിക്കളയാൻ കൂടോത്രം ചെയ്തിരുന്നു എന്നും അതിന്റെ തെളിവുകൾ ഇതേപോലെ ഇന്ത്യൻ പാർലമെന്റിലുള്ള ഒരു MP കുഴിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് ഈ തീരുമാനത്തെ കളിയാക്കിയിരുന്നതും പരിഹസിച്ചിരുന്നതും വിമർശിച്ചിരുന്നതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ആയിരുന്നു. ഇന്ന് അംഗനവാടി തെരഞ്ഞെടുപ്പല്ല നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് പറയുന്നത്. ഇതിനുള്ളിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്നത്. ഒരു സഭയ്ക്കോ ഒരു സാമുദായിക സംഘടനയ്ക്കോ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുൻ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള K മുരളീധരനാണ്. കോൺഗ്രസ്സുകാർക്കെങ്കിലും ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ആളാവണം എന്ന് പറയുന്നത് നിസാം സയ്യിദ് പറയുന്ന ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തിരഞ്ഞെടുത്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് NB ചേക്കുട്ടി പറയുന്ന മിഡിൽ ലെവൽ ലീഡേഴ്സിന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രോസസ്സിനെതിരെ ഇവർ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു ശീലം ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്, തെറ്റായ സമയത്ത് ശരിയായ തീരുമാനം, ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം. എന്നാലും നമ്മൾ കോൺഗ്രസിന് ഇങ്ങനെ എന്താ പറയുക വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മൊത്തം പൊതുസമൂഹം കോൺഗ്രസിന് കൊടുക്കുന്ന ഇത്തരത്തിൽ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടല്ലോ, എന്ത് വിവരക്കേടും പറയാം, എന്ത് തോന്നിവാസവും ചെയ്യാം. തോന്നിവാസം ഞാൻ പറയുന്നത് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കും K സുധാകരനും K മുരളീധരനും മറന്നു പോവാതെ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്താ പറയുക ഏതൊരു മനുഷ്യനെ പറ്റിയും പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള വർത്തമാനമാണ് കഴിഞ്ഞ ദിവസം K സുധാകരൻ പറയുന്നത്. ഇന്ന് K മുരളീധരൻ പറഞ്ഞത് അതാണ്. അതിന് കൈയടിക്കുകയാണ് ചെയ്യുന്നത്. പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു K സുധാകരൻ വന്നത്. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്, ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ശേഷമേ ഞാൻ മാറുള്ളൂ എന്നാണ്. അങ്ങനെ പറയുന്ന K സുധാകരനെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നത് വരെ, അത് 1 കൊല്ലം കഴിഞ്ഞിട്ടായാലും 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും 10 കൊല്ലം കഴിഞ്ഞിട്ടായാലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തണം. പിന്നെ അദ്ദേഹത്തിന് ഹെൽത്ത് ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പാണെന്നേ. അയാൾ പറയുന്നു ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ട് എന്തോ ചെയ്യാനുള്ള ജോലിയാണ് തന്നെ ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. അത്തരം ധാരണയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കിയ AICC-ക്കാണ് അബദ്ധം, അദ്ദേഹത്തിനല്ല. അന്നില്ലാത്ത എന്തെങ്കിലും പുതിയ കുഴപ്പം അദ്ദേഹത്തിന് ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അയാൾ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ ജിമ്മിനെ കുറിച്ച് നമ്മുടെ ഈ ചർച്ചയിൽ ആവർത്തിച്ച് പരാമർശം വന്നു. ആരെങ്കിലും തല്ലാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിൽ താല്പര്യമുള്ളവരൊക്കെ, ഫാറ്റ് ബേൺ ചെയ്യാൻ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ജിമ്മിൽ പോകാറുണ്ട്. അതുകൊണ്ട് K സുധാകരൻ ജിമ്മിൽ പോയി മാതൃക കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു മാതൃക ആവട്ടെ എന്നുള്ളതേ ഉള്ളൂ. ജിമ്മിൽ പോകുന്നവരെല്ലാം തല്ലാൻ പോകുന്നവരല്ലല്ലോ.